الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടും ഒന്നാമതായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റമദാൻ അതിവേഗത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയോടെ നാം റമദാനിന്റെ അവസാന പത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ശേഷിക്കുന്ന ദിനങ്ങൾ ആവേശത്തിന്റെയും അത്യുത്സാഹത്തിന്റെയും കർമ്മോത്സുകതയുടെയും ദിനങ്ങളായി മാറേണ്ടതുണ്ട്. ഇവിടെ വെച്ച് പിന്നിട്ട ദിനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാനും വരാനിരിക്കുന്ന ദിനങ്ങളെ ധന്യമാക്കാനും ചൈതന്യവത്താക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ആത്മവിചാരണയാണല്ലോ റമദാനിലൂടെ കാര്യമായി നടക്കേണ്ടത്. മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശ്വാസത്തോടെ, പ്രതിഫലേച്ഛയോടെ, അതോടൊപ്പം തന്നെ നാം പലപ്പോഴും വിശദീകരിക്കാറുള്ളതാണ് ഇഹ്തിസാബിന്റെ മറ്റൊരർത്ഥം ആത്മവിചാരണയുടെ മനസ്സോട് കൂടി ആരെങ്കിലും വ്രതമനുഷ്ഠിച്ചാൽ അയാൾക്ക് സംഭവിച്ചു പോയ തെറ്റുകൾ ആസകലം അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആത്മവിചാരണയാണ് റമദാനിൽ നടക്കേണ്ടത്. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യണം. എന്തെല്ലാമാണ് റമദാനിൽ നാം നമ്മോട് നടത്തേണ്ടുന്ന സ്വയം വിചാരണ? ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. ഖുർആനുമായുള്ള ബന്ധം എത്രത്തോളം റമദാനിൽ ശക്തിപ്പെടുത്താൻ സാധിച്ചു? ഖുർആൻ പഠന പാരായണത്തിന് ഊർജം നൽകുവാൻ നമുക്ക് സാധിച്ചു. മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഖുർആനുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുവാൻ റമദാനിലൂടെ നമുക്ക് സാധ്യമായോ? ഖുർആൻ ഒരാവർത്തിയെങ്കിലും ഖത്ം നിർവഹിക്കാനുള്ള ഒരാവേശം നമ്മളിൽ ഉണ്ടോ? എന്നിത്യാദി കാര്യങ്ങൾ ഖുർആൻ ഇറങ്ങിയ മാസം എന്ന നിലയ്ക്ക് റമദാനെ പരിഗണിക്കുവാൻ നാം സന്നദ്ധരാകുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. രണ്ടാമത് നാം ആത്മവിചാരണ ചെയ്യേണ്ടുന്ന വിഷയമില്ല. പാപമോചനത്തിന്റെ മാസമാണ്. അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവാൻ പശ്ചാത്താപത്തിന്റെ ഉപാധികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ ഖേദത്തോടു കൂടി ഇനി ആ തെറ്റിലേക്ക് മടങ്ങി പോവുകയില്ലെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി ആ തെറ്റിലേക്ക് മടങ്ങാതെ മനുഷ്യരോട് ബന്ധപ്പെട്ട പാപമാണെങ്കിൽ ആ മനുഷ്യനോട് ബന്ധപ്പെട്ട് തന്നെ പൊരുത്തപ്പെടിച്ചുകൊണ്ട്
ആ പശ്ചാത്താപത്തിന്റെ ഉപാധികളെല്ലാം പൂർത്തീകരിച്ച് പശ്ചാത്താപം നിർവഹിക്കുവാനും അള്ളാഹുവിലേക്ക് പാപമോചനം ലഭിക്കുവാൻ ഈ റമദാന്റെ ദിനരാത്രങ്ങളിൽ എനിക്ക് സാധ്യമായോ? ഇതാണ് രണ്ടാമത് ഞാൻ എന്നോട് ചോദിക്കേണ്ടത് ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ആദർശ മേഖലയ്ക്ക് കരുത്തു പകരുന്ന ബദറിനെ അനുസ്മരിക്കുന്ന മാസം കൂടിയാണല്ലോ റമദാൻ എന്ന് പറയുന്നത്. നമ്മുടെ ആദർശത്തിന്റെ കരുത്ത് എത്രത്തോളമുണ്ട്? റമദാനിലൂടെ ബദരീങ്ങളുടെ ആദർശത്തിന്റെ കരുത്ത് നേടാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും അതിൽ നിന്ന് ചെറിയൊരു അംശമെങ്കിലും നമുക്ക് നേടാൻ സാധ്യമായിട്ടുണ്ടോ? നമ്മുടെ ആദർശത്തിന്റെ ദൗർബല്യങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ, ആദർശപരമായ സത്യസന്ധതയെ ഉറപ്പുവരുത്തി മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നിത്യാദിയുള്ള ചോദ്യങ്ങൾ ആത്മവിചാരണയായിട്ട് റമദാന്റെ ദിനരാത്രങ്ങളിൽ നമ്മിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മളാണ്. റമദാൻ കഴിയുമ്പോഴേക്കെങ്കിലും ഈ ചോദ്യങ്ങൾക്ക് ക്രിയാത്മകമായ പോസിറ്റീവായിട്ടുള്ള മറുപടി നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാവണം എന്നുള്ള ഒരു ആവേശവും വലിയ താല്പര്യവുമാണ് സഹോദരങ്ങളെ ആത്മവിചാരണയുടെ ഫലം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇനി അവശേഷിക്കുന്നത് ഇന്നത്തെ നോമ്പ് കഴിച്ച് ബാക്കി 9-10 ദിനങ്ങൾ മാത്രമാണ് റമദാൻ കാലമായി, റമദാൻ നോമ്പായി അവശേഷിക്കുന്നത്. ഇന്ന് രാത്രിയോടെ നമ്മൾ പറഞ്ഞതുപോലെ നാം റമദാന്റെ അവസാന പത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഏറെ പ്രത്യേകതയുള്ള പത്താണ് റമദാനിലെ അവസാന പത്ത് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാന്റെ അവസാനത്തെ 10 ഇബാദത്തുകൾ കൊണ്ട് ചൈതന്യവത്താക്കിയിരുന്നു, ഇബാദത്തുകൾ കൊണ്ട് നിറക്കുമായിരുന്നു, സമൃദ്ധമാക്കുമായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ അങ്ങനെ റമദാന്റെ അവസാനത്തെ 10 ഇബാദത്തുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ചൈതന്യവത്താക്കാൻ പണ്ഡിതന്മാർ 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, പ്രവർത്തനങ്ങൾ പരിഗണിക്കപ്പെടുന്നത് അതിന്റെ അവസാനത്തിലാണ്. റമദാൻ ആവട്ടെ ഈ 10 ദിനങ്ങളിലാണ് അവസാനിക്കുന്നത്. എല്ലാ പ്രവർത്തനങ്ങളും, മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും അത് ആത്യന്തികമായിട്ട് പരിഗണിക്കപ്പെടുന്നത് അതിന്റെ അവസാന ഭാഗത്തിലാണ്. റമദാന്റെ അവസാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് റമദാന്റെ അവസാന പത്തിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. കർമ്മങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ആ കർമ്മങ്ങളുടെ അവസാനം നോക്കിക്കൊണ്ടാണ്. റമദാനിലെ കർമ്മങ്ങൾ അവസാനിക്കുന്നത് റമദാന്റെ അവസാന പത്തിലാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, നിശ്ചയം കർമ്മങ്ങൾ അല്ലാഹു തആല പരിഗണിക്കുന്നത് അതിന്റെ അവസാനത്തിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാണ്, അതിന്റെ അവസാന ഭാഗം എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാണ്. റമദാന്റെ ആദ്യ ഭാഗത്തൊക്കെ പലർക്കും വലിയ ആവേശമുണ്ടാകും, പക്ഷേ റമദാന്റെ അവസാനത്തിലേക്ക് അങ്ങ് വരുമ്പോൾ വല്ലാത്ത ക്ഷീണം ബാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതല്ല, അവസാനത്തിലാണ് കൂടുതൽ നിന്നാവേണ്ടത്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ കർമ്മങ്ങളും അതിന്റെ അവസാനം നോക്കിക്കൊണ്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ആദ്യ വേളകളിൽ എന്ത് ചെയ്തു എന്നല്ല, അവസാന വേളകളിൽ എന്ത് ചെയ്യുന്നു എന്നതാണ് കൂടുതൽ പരിഗണനീയം. റമദാന്റെ അവസാനം നന്നാക്കാൻ ഞാൻ നിങ്ങൾ പരിശ്രമിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. പ്രവാചകന്റെ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്, അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറ, പടച്ചതമ്പുരാനെ എന്റെ ജീവിതത്തിലെ, എന്റെ ആയുസ്സിലെ ഏറ്റവും ഉത്തമമായ കാലം അതിന്റെ അവസാന കാലമാക്കണമേ. പ്രവാചകന്റെ പ്രാർത്ഥനയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറ, അല്ലാഹുവേ എന്റെ ആയുസ്സിലെ ഏറ്റവും നല്ല കാലം അതിന്റെ അവസാന കാലമാക്കണമേ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഒരു മനുഷ്യൻ നല്ല ജീവിതം നയിച്ചിരുന്നു, പക്ഷേ അയാളുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടമങ്ങ് മോശമായി, അവസാനമായപ്പോൾ അയാൾക്ക് ദീനിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. ഏതോ അർത്ഥത്തിലുള്ള ഭൗതികവാദമോ നാസ്തികവാദമോ എത്തിസമോ ഒക്കെ പിടികൂടി. അങ്ങനെ ചില ആളുകൾ നമ്മൾ കാണാറുണ്ട്. യൗവനത്തിലും ചെറുപ്പത്തിലും ഒക്കെ നല്ല ദീനീനിഷ്ഠ പുലർത്തുകയും അവസാനമാകുമ്പോൾ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥ. അത് വരാൻ പാടില്ല ആളുകളിൽ. അതുകൊണ്ട് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന നിർവഹിക്കുകയും ആ പ്രാർത്ഥന പഠിപ്പിക്കുകയും ചെയ്യുന്നത്, അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറഹു, അല്ലാഹുവേ എന്റെ ആയുസ്സിലെ ഏറ്റവും ഉത്തമമായ ഭാഗം എന്റെ ആയുസ്സിന്റെ അവസാന ഭാഗമാക്കണമേ എന്നുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. വഖൈറ അമലി ഖവാതിമ, അല്ലാഹുവേ എന്റെ കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായത് അതിന്റെ അവസാനമാക്കണമേ. വഖൈറ അയ്യാമി യൗമ അൽഖാക്,
അല്ലാഹുവേ, എന്റെ ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായത് ഞാൻ നിന്നെ കണ്ടുമുട്ടുന്ന ദിനമാക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞാൻ മരിക്കുന്ന ദിനം, അതിന്റെ തൊട്ട് മുമ്പുള്ള ദിനങ്ങൾ, അതൊക്കെ ആക്കേണമേ പടച്ചതമ്പുരാനെ എന്റെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ ദിനം. അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറ വഖൈറ അമലി ഖവാതിമ വഖൈറ അയ്യാമി യൗമ അൽഖാക്. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേണം. അവസാനം നന്നാവണം. ഒരു സംഭവം ഇപ്രകാരമാണ്. ഒരു സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു പോരാട്ടത്തിൽ ഇറങ്ങി ഇങ്ങനെ ശക്തമായിട്ട് എതിരാളികളെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ആവേശത്തോടു കൂടി അയാൾ എതിരാളികളെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ അയാൾ ഒരുപാട് മുന്നോട്ട് പോയി നല്ല സച്ചരിതനായ സൽവൃദ്ധനായ സ്വർഗാവകാശി എന്ന് ഒരിക്കലും അക്കാര്യത്തിൽ സംശയിക്കാനിടയില്ലാത്ത രീതിയിലുള്ള ഒരു നല്ല മനുഷ്യനാണ് ഇയാൾ എന്ന അഭിപ്രായം പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. ഇന്നഹു ഫിന്നാർ, നിശ്ചയം അയാൾ നരകത്തിലാണ്. സ്വഹാബിമാർ ആകെ അത്ഭുതപ്പെട്ടു, അയാൾ നരകത്തിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് പ്രവാചകൻ അങ്ങനെ പറഞ്ഞത് എന്ന് അവർ ചിന്തിക്കുകയാണ്. അവര് വിശ്വസിച്ചു, കാരണം റസൂലുള്ളാഹി പറഞ്ഞത് കൊണ്ട് അവർ വിശ്വസിച്ചു എന്ന് മാത്രം. പക്ഷേ അപ്പോഴും എന്തുകൊണ്ടാണ് അയാൾ നരകത്തിലാവുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി ഒരു സ്വഹാബി അയാളുടെ പിന്നാലെ കൂടി അയാളുടെ ജീവിതം പഠിക്കുകയാണ്. അയാൾക്ക് ഈ യുദ്ധത്തിൽ ആവേശത്തോടു കൂടി അയാൾ പോരാടി എന്ന് പറഞ്ഞ, പ്രതിരോധിച്ചിരുന്നു എന്ന് പറഞ്ഞ ആ പോരാട്ടമുണ്ടല്ലോ, ആ പോരാട്ടത്തിൽ ഒരു പരിക്ക് പറ്റിയിരുന്നു. വല്ലാത്ത വേദന വന്നു ആ പരിക്ക്. ആ വേദന സഹിക്കവയ്യാതെ അയാൾ തന്നെ അയാളുടെ വാള് ഭൂമിയിൽ നിന്ന് കുഴിച്ചിട്ടുകൊണ്ട് ആ വാളിന് മീതെ അയാളെ കിടന്ന് ആത്മഹത്യ ചെയ്തു. അയാളുടെ വയറ്റിലേക്ക് ആ വാളിന്റെ കുന്തമുന കുത്തി കയറ്റിക്കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തതായിട്ടാണ് പിന്നീട് ഈ സ്വഹാബി കാണുന്നത്, മനസ്സിലാക്കുന്നത്. ആ സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ പ്രവാചകനാണ് എന്ന് ഇതിനും അപ്പുറം തെളിവൊന്നും വേണ്ട. നിശ്ചയം അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അദ്ദേഹം പറയാണ്, എന്തുകൊണ്ട് അയാൾ നരകാവകാശിയായി എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ജീവിതത്തിന്റെ അവസാന ഘട്ടം നന്നാവുക എന്നുള്ളതാണ്. നല്ല പര്യവസാനം അത് മുത്തഖീങ്ങൾക്കുള്ളതാണ്. തഖ്വയോടുകൂടിയുള്ള പര്യവസാനമാവണം, അവസാനം നന്നാവുക എന്നുള്ളതാണ്. ജീവിതത്തിന്റെ അവസാനം മാത്രമല്ല, വിശുദ്ധ റമദാന്റെ അവസാന നാളുകളിൽ നന്നാക്കുക. സഹോദരങ്ങളെ, റമദാന്റെ അവസാന ദിനങ്ങൾ ഉപയോഗപ്പെടുന്നതിനനുസരിച്ചായിരിക്കും റമദാന്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായിട്ട് ഒരുങ്ങിയിരുന്നു. റമദാന്റെ അവസാനത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പോ റസൂലുള്ളാഹി നന്നായിട്ട് ഒരുങ്ങിയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള ദിവസങ്ങളിൽ ഒന്നും പരിശ്രമിക്കാത്ത രീതിയിൽ, റമദാനിന്റെ തന്നെ മറ്റുള്ള ദിവസങ്ങളിൽ ഒന്നും പരിശ്രമിക്കാത്ത രീതിയിൽ ഊർജ്ജസ്വലതയോടുകൂടി റമദാന്റെ അവസാനത്തെ 10 ദിനങ്ങളിൽ പരിശ്രമിക്കുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ. ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും വിശദീകരിച്ച് പറഞ്ഞു, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽ-അശ്റു ജദ്ദ വശദ്ദ മിസ്റഹു വഅഹിയാ ലൈലഹു വസ്തയഖദ അഹ്ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഇദാ ദഖല അൽ-അശ്റു, റമദാനിൽ അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ ജദ്ദ, പ്രവാചകൻ കൂടുതൽ പരിശ്രമശാലിയാവുന്നു. വശദ്ദ മിസ്റഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അരയുടുപ്പ് മുറുക്കിയെടുക്കുന്നു. ഇബാദത്തുകൾക്ക് വേണ്ടി അരയുടുപ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുറുക്കിയെടുക്കുന്നു. വഅഹിയാ ലൈലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ സജീവമാക്കുന്നു. വസ്തയഖദ, വീട്ടുകാരെ വിളിച്ചുണർത്തും. പ്രവാചകൻ വീട്ടുകാരൊക്കെ വിളിച്ചുണർത്തുകയും രാവിലെ സജീവമാക്കുകയും അരയുടുപ്പ് മുറുക്കിയെടുത്തുകൊണ്ട് പരിശ്രമശാലിയാവുകയും ചെയ്യുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി മുസ്ലിം സംയുക്തമായി നിവേദനം ചെയ്ത പ്രവാചക വചനമാണ്. പ്രവാചകന്റെ ജീവിതം പറയാൻ ആയിഷ റളിയല്ലാഹു അൻഹ, റമദാനിലെയും ലൈലത്തുൽ ഖദറിന്റെയും അനുഗ്രഹം വ്യക്തിക്ക് മാത്രമല്ല കുടുംബത്തിനും ലഭിക്കണം. അതുകൊണ്ടാണ് വസ്തയഖദ അഹ്ലഹു എന്ന് പറഞ്ഞത്. പ്രവാചകൻ വീട്ടുകാരെ വിളിച്ചുണർത്തുമായിരുന്നു.
ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഇദാ ബഖിയ മിൻ റമദാൻ 10 അയ്യാമിൻ, റമദാനിലെ 10 ദിവസം മാത്രം അവശേഷിക്കുന്ന സന്ദർഭത്തിൽ ലാ യദഉ അഹദൻ യുഖീഖുൽ ഖിയാമ ഇല്ലാ അഖാമ, എഴുന്നേൽക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും റസൂലുള്ളാഹി വിളിച്ചുണർത്തും. എഴുന്നേൽക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും റസൂലുള്ളാഹി വിളിച്ചുണർത്തിക്കൊണ്ട് അവരെ ഇബാദത്തിന് പ്രേരിപ്പിക്കും. നമസ്കാരം നിർവഹിക്കാൻ, ഖിയാമുൽ ലൈൽ നിർവഹിക്കാൻ, അതുപോലെ തന്നെ ഖുർആൻ പാരായണം നിർവഹിക്കാൻ വേണ്ടി റസൂലുള്ളാഹി അവരെ വിളിച്ചുണർത്തുമായിരുന്നു. എഴുന്നേൽക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാന്റെ അവസാന പത്തായി കഴിഞ്ഞാൽ വിളിച്ചുണർത്തുമായിരുന്നു എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്. സഹോദരങ്ങളെ, സ്വന്തത്തോടൊപ്പം സ്വന്തക്കാരെയും കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളിൻ, കാത്തു സൂക്ഷിച്ചുകൊള്ളിൻ. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, ഖുർആന്റെ പ്രയോഗമാണ്. സ്വന്തം നിസ്കരിക്കാൻ മാത്രമല്ല, സ്വന്തം ഖുർആൻ പാരായണം ചെയ്യാൻ മാത്രമല്ല, സ്വന്തമായി ഖുർആൻ പഠിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് വീട്ടുകാരെ, കുടുംബങ്ങളെ, ബന്ധപ്പെട്ടവരെ എല്ലാവരെയും വിളിച്ചുണർത്തിക്കൊണ്ട് ഈ റമദാന്റെ അവസാനത്തെ 10 നന്മകൾ നേടിയെടുക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക എന്ന രീതിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് ഖുർആൻ പറയുന്നതും, നിന്റെ കുടുംബത്തെ നീ നമസ്കാരത്തോട് കൽപ്പിക്കുക, നമസ്കരിക്കാൻ വേണ്ടി നിന്റെ കുടുംബത്തോട് കൽപ്പിക്കുക. അവർ അതിൽ നിഷ്ഠരാവുകയും ചെയ്യണം. താങ്കൾ അതിൽ നിഷ്ഠരാവണം, താങ്കളുടെ കുടുംബവും അതിൽ നിഷ്ഠരാവണം. അതിന്റെ സമയം കൃത്യതയിൽ തന്നെ അത് നിർവഹിക്കണം, അത് ഖുശൂഅോടെ കൂടി നിർവഹിക്കണം എന്നെല്ലാമാണ് അതിൽ നിഷ്ഠരാവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ, വിശ്വാസികളെ, ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. നമ്മളെ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളും ഊർജ്ജസ്വലതയോട് കൂടി റമദാന്റെ അവസാനത്തെ 10 പ്രയോജനപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ കവാടം മുട്ടിക്കൊണ്ട് അവരോട് പറയുമായിരുന്നു, അലാ തഖൂമാനി തുസല്ലിയാൻ, നിങ്ങൾ രണ്ടുപേരും നമസ്കരിക്കാൻ എഴുന്നേൽക്കുന്നില്ലേ? റമദാന്റെ അവസാന 10 കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ കവാടം മുട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, അലാ തഖൂമാനി തുസല്ലിയാൻ, നമസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും എഴുന്നേൽക്കുന്നില്ലേ? ദമ്പതികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുണർത്തണം എന്നുള്ളതാണ്. റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈൽ ഫസല്ലാ വഅയ്ഖള ഇംറഅതഹു ഫഇൻ നബത് നളഹ ഫീ വജ്ഹിൽ മാ. റഹിമല്ലാഹു റജുലൻ, അല്ലാഹു തആല ഒരു മനുഷ്യനെ, ഒരു പുരുഷനെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഖാമ മിനൽ ലൈൽ, അയാൾ രാത്രി നമസ്കാരം നിർവഹിക്കുന്നു. അയാൾ സ്വന്തം നിസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, ഫസല്ലാ വഅയ്ഖള ഇംറഅതഹു, അയാൾ നിസ്കരിക്കുന്നു, അയാളുടെ വീട്ടുകാരെ വിളിച്ചുണർത്തുന്നു. ചിലപ്പോൾ നമ്മൾ വേറെ പ്രദേശങ്ങളിലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തുകൊണ്ട് വിളിച്ചുണർത്താൻ പറ്റും എങ്കിൽ അങ്ങനെ ചെയ്യുക. കാരണം റമദാനാണല്ലോ. മറ്റുള്ള കാലങ്ങളിൽ, രാത്രി കാലങ്ങളിൽ ഫോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഉചിതമായ സംഗതിയല്ല. പക്ഷെ റമദാൻ ആയതുകൊണ്ട് റമദാന്റെ നന്മകൾ, ഖിയാമുൽ ലൈലിന്റെ നന്മകൾ അവർക്ക് കൂടി ലഭിക്കണം എന്ന ഒരു നിയ്യത്തോടുകൂടി അതും നമുക്ക് ചെയ്യാവുന്നതാണ്. റഹിമല്ലാഹു റജുലൻ, ഒരു പുരുഷനെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഖാമ മിനൽ ലൈൽ, രാത്രി അയാൾ എഴുന്നേൽക്കുന്നു. ഫസല്ലാ, എന്നിട്ട് അയാൾ നമസ്കരിക്കുന്നു. വഅയ്ഖള ഇംറഅതഹു, അയാളുടെ ഭാര്യയെയും അയാൾ വിളിച്ചുണർത്തുന്നു. ഫഇൻ അബത് നളഹ ഫീ വജ്ഹിൽ മാ, ഇനി അവർ വിസമ്മതിക്കുകയാണെങ്കിൽ, കുറച്ചുകൂടി കടക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണെങ്കിൽ, നളഹ ഫീ വജ്ഹിൽ മാ എന്നാണ് പ്രയോഗം. അവരുടെ മുഖത്ത് വെള്ളം തെളിച്ചിട്ടാണെങ്കിലും അവർ ഉണർത്തണം. ഭർത്താവിനോട് പറയാൻ, പക്ഷെ ഭർത്താവിനോട് മാത്രമല്ല ഭാര്യയോടും പറയുന്നുണ്ട്. ആദ്യം ഉണർന്നത് ഭാര്യയാണെങ്കിൽ ആ ഭാര്യ അങ്ങനെ ചെയ്താൽ ആ ഭാര്യയും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്, അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവരാണ്. റഹിമല്ലാഹു ഇംറഅതൻ, അല്ലാഹു തആല ഒരു സഹോദരിയെ, ഒരു സ്ത്രീയെ, ഒരു ഭാര്യയെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഖാമത്ത് മിനൽ ലൈൽ, അവർ രാത്രി നമസ്കരിക്കുകയാണ്. ഖാമത്ത് മിനൽ ലൈൽ, അവർ രാത്രി എഴുന്നേറ്റു. ഫസല്ലത്, എന്നിട്ട് നമസ്കരിക്കുകയാണ്. അവർ നമസ്കരിക്കുന്നു മാത്രമല്ല, വഅയ്ഖളത് സൗജഹ, അവരുടെ ഭർത്താവിനെയും അവർ വിളിച്ചുണർത്തുകയാണ്. ഫഇൻ അബാ, അയാൾ വിസമ്മതിക്കുകയാണെങ്കിൽ, നളഹത് ഫീ വജ്ഹിൽ മാ, അവർ അവരുടെ മുഖത്ത് വെള്ളം തെളിച്ചിട്ടാണെങ്കിലും അവരെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എഴുന്നേൽപ്പിക്കുക.
കുറച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെ എഴുന്നേൽപ്പിക്കാവുന്ന ഒരു കാലം. അതാണ് റമദാന്റെ ഈ അവസാനത്തെ 10 ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്. അവിടെ നിർവഹിക്കപ്പെടുന്ന ഖിയാമുൽ ലൈൽ, അവിടെ നിർവഹിക്കപ്പെടുന്ന രാത്രി നമസ്കാരം, അതൊക്കെ പ്രത്യേകം പുണ്യമുള്ളതാണ്, പ്രത്യേകം മഹത്വമുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഭാര്യയും ഭർത്താവും അവർ രണ്ടുപേരും എഴുന്നേറ്റു. അവരവരുടെ വീട്ടിൽ വെച്ചോ പള്ളിയിൽ പോയിട്ടോ അവർ രണ്ടുപേരും അല്ലാഹുവിനെ സ്മരിക്കുകയാണ്. രാത്രിയിൽ ഒരു വേള അല്ലാഹുവിനെ സ്മരിക്കുകയാണ്. അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കാതെ ഇരിക്കില്ല. അങ്ങനെ ഭാര്യയും ഭർത്താവും എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിനെ ആ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ സ്മരിക്കുകയാണെങ്കിൽ അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കാതിരിക്കില്ല. ഉറപ്പാണ് പുറത്തു കൊടുക്കും. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധനകൾ നിർവഹിക്കേണ്ടുന്ന കാലം, ആരാധനകളിൽ മുഴുകേണ്ടുന്ന കാലം. എന്താ ലൈലത്തുൽ ഖദർ? ഭൂമിയിൽ ഭാഗതയെ നിർണയിക്കുന്ന രാത്രിയാണത്. സൗഭാഗ്യ ദൗർഭാഗ്യങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. മനുഷ്യന്റെ മാത്രമല്ല, സമൂഹങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും എല്ലാത്തിന്റെയും ഗതിവിഗതികൾ നിർണയിക്കുന്ന രാത്രി. നാം തുടക്കത്തിൽ ഉപയോഗിച്ച ഖുർആനിലെ വചനം റമദാന്റെ പ്രത്യേകത തന്നെ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകതയാണ്. ഖുർആൻ ഇറങ്ങിയ മാസം എന്നാണ് പ്രത്യേകത. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. നിശ്ചയം നാം അതിനെ ഇറക്കിയിട്ടുള്ളത്, ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത് ലൈലത്തുൽ ഖദറിലാണ്, നിർണായക രാവിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. പ്രവാചകരെ, നിങ്ങൾക്കറിയുമോ എന്താണ് വിധി നിർണയ രാവെന്ന്? ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ. വിധി നിർണയ രാവ് 1000 മാസങ്ങളെക്കാൾ മഹത്വമുള്ള രാവാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ഖുർആൻ ഇറങ്ങിയ ആ രാവുണ്ടല്ലോ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഈ ഖുർആൻ നാം ലൈലത്തുൽ ഖദറിലാണ് ഇറക്കിയത്. എന്താണ് ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദറിന്റെ അതിന്റെ പദാനുപത വിവർത്തനം എന്ന് പറയുന്നത് വിധി നിർണയ രാവ് എന്നുള്ളതാണ്. ആ വിധി നിർണയ രാവിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ മഹത്വമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ആ രാവിൽ ഖുർആന്റെ ആ ഒന്നാമത്തെ ആദ്യം ഇറങ്ങിയ വചനങ്ങളുണ്ടല്ലോ, അതിറങ്ങിയ സമയമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ആ രാവിലാണ് ഇറങ്ങിയത്. 1000 മാസങ്ങളെക്കാൾ മഹത്വമുണ്ട് ആ രാവിലെന്നാ പറയുന്നത്. ആ രാവ് വീണ്ടും ഓരോ കൊല്ലവും ആവർത്തിക്കുമെന്ന് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. 1000 മാസങ്ങളെക്കാൾ എന്തുകൊണ്ട് മഹത്വമുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, ആ ഖുർആനിലെ വചനങ്ങളുടെ മഹത്വമാണ് 1000 മാസങ്ങളെക്കാൾ ആ രാത്രിക്ക് മഹത്വമുണ്ടാവാൻ കാരണമെന്ന് പറയുന്നത്. ഖുർആൻ ആ രാവിൽ ഇറങ്ങിയതോടുകൂടി 1000 മാസം ഭൂമിയിൽ മനുഷ്യർക്ക് നിർവഹിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ വിപ്ലവമാണ്, വലിയ പരിവർത്തനമാണ് ഭൂമിയിൽ സംഭവിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് 1000 മാസങ്ങളെക്കാൾ മഹത്വമേറിയ രാവായിട്ട് മാറാൻ കാരണം. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. മലക്കുകൾ ഇറങ്ങി വരുന്ന, മലക്കുകളുടെ നായകനായ റൂഹ് ചൈതന്യം ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന രാവാണ്. അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി എല്ലാ അംറകളുമായി, എല്ലാ തീരുമാനങ്ങളുമായി, എല്ലാ വിധികളും ഭാഗധേയങ്ങളുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന രാവാണത്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതോദയം വരെ സമാധാനത്തിന് വേണ്ടിയാണ് രാവിൽ, സമാധാനത്തിന് വേണ്ടിയാണ് പ്രഭാതോദയം വരെ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ആ ലൈലത്തുൽ ഖദർ ഓരോ കൊല്ലവും ആവർത്തിക്കും എന്ന് തന്നെയാണ് സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസമായി ആഗതമായി കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദർ പറഞ്ഞുകൊണ്ടാണ് പ്രസംഗിക്കാൻ തുടങ്ങുന്നത്. നിശ്ചയം ഇതാ ഈ മാസം നിങ്ങൾക്ക് ഹാജരായിരിക്കുന്നു, റമദാൻ മാസം നിങ്ങൾക്ക് ഹാജരായിരിക്കുന്നു. 1000 മാസങ്ങളെക്കാൾ മഹത്വമുള്ള ഒരു രാവാണ് ഈ മാസത്തിലുള്ളത്. അവിടെയാണ് നമ്മൾ അടിവരയിടേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആർക്കെങ്കിലും ആ രാവ് നഷ്ടപ്പെട്ടാൽ അയാൾക്ക് എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിന് മാത്രം വലിയ നഷ്ടമാണ് അയാൾക്ക് സംഭവിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും ആ രാവ് നഷ്ടപ്പെട്ടാൽ നിശ്ചയം അയാൾക്ക് എല്ലാ നന്മകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങേയറ്റം ദൗർഭാഗ്യവാന്മാരായ ആളുകൾക്കല്ലാതെ ആ രാവിന്റെ നന്മകൾ നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന
സഹോദരങ്ങളെ, അതാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ ഏതാണ് ലൈലത്തുൽ ഖദർ? ആ രാവ് കൃത്യമായിട്ട് പ്രവാചകൻ അറിഞ്ഞിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ദിവ്യബോധനത്തിലൂടെ പ്രവാചകൻ അറിയിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ പ്രവാചകൻ ആ അറിവുമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് രണ്ടാളുകൾ വഴക്കിടുന്നതായിട്ട് കാണുന്നത്. ആ വഴക്ക് കണ്ടപ്പോ പ്രവാചകന്റെ മനസ്സിൽ നിന്ന് അത് വിസ്മൃതിയിലാണ്ട് പോയി, പ്രവാചകൻ മറന്നുപോയി. അല്ലാഹു തആല മറപ്പിച്ചു കളഞ്ഞതായിട്ട്, വിസ്മരിപ്പിച്ചു കളഞ്ഞതായിരിക്കാം, അല്ലാഹു അഅലം. ഏതായാലും ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ആ രാവ് ഏത് രാവാണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയാമായിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ ആ രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ചൊല്ലേണ്ടതും ഞാൻ ചെയ്യേണ്ടതും എന്തൊക്കെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാഥമികമായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ അന്നി. നീ അല്ലാഹുവിനോട് വിട്ടുവീഴ്ച ചോദിക്കണം, അല്ലാഹുവിനോട് നീ അഫ്വ് ചോദിക്കണം, വിട്ടുവീഴ്ച ചോദിക്കണം. അല്ലാഹുവേ, നിശ്ചയം നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ടാണ് റമദാന്റെ അവസാന 10ലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനോട് ധാരാളമായിട്ട് നമ്മൾ വിട്ടുവീഴ്ച ചോദിക്കുന്നത്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ അന്നി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരണമെങ്കിൽ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ എന്റെ പരിചാരകന്, എന്റെ വേലക്കാരന് എത്ര തവണയാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? എല്ലാ ദിവസവും 70 പ്രാവശ്യം നീ വിട്ടുവീഴ്ച ചെയ്യണം. ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം, ആളുകളോട് ക്ഷമ കാണിക്കണം, അവരെ സോറി പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ആളുകളോട് സഹാനുഭൂതിയും സഹിഷ്ണുതയും ഉള്ളവരായിട്ട് നമ്മൾ മാറണം. അങ്ങനെ ആളുകളോട് സഹിഷ്ണുതയുള്ളവരായി നമ്മൾ മാറുമ്പോഴാണ് പടച്ചതമ്പുരാൻ നമ്മുടെ ഇസ്തിഗ്ഫാറും നമ്മുടെ തൗബയും എല്ലാം സ്വീകരിക്കുകയുള്ളൂ. യർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണേ, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണേ, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യും. സഹോദരങ്ങളെ, വിട്ടുവീഴ്ച ധാരാളമായിട്ട് പടച്ചോനെ ധാരാളം തെറ്റുകൾ ചെറുതും വലുതുമായിട്ട് ഇതിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ, ആ തെറ്റിന്റെ പേരിൽ ഈ ലോകത്തോ പരലോകത്തോ എന്നെ പിടികൂടല്ല നാഥ. അല്ലാഹുവേ, എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് എന്ന് റബ്ബിനോട് ധാരാളമായിട്ട് പ്രാർത്ഥിക്കേണ്ട ദിനരാത്രങ്ങളാണ് റമദാനിലെ അവസാനത്തെ 10 എന്ന് പറയുന്നത്. ആ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിലാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. തഹബ്ബു ലൈലത്തുൽ ഖദ്രി ഫിൽ മിത്ർ ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമദാൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, തഹബ്ബു ലൈലത്തുൽ ഖദ്ർ, നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണേ, ഫിൽ മിത്ർ ഒറ്റയിട്ട രാവുകൾ, ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമദാൻ, റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണേ. സാധിക്കുന്ന ആളുകൾ എഴുതിക്കാതിരിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല, പക്ഷേ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. സാധിക്കുന്നവർ എഴുതിക്കാവ് നിർവഹിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വിശദീകരിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിർ മിൻ റമദാൻ ഹത്താ തവഫാഹു അല്ലാഹു തആല. നിശ്ചയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ അവസാനത്തെ 10 എഴുതിക്കാതിരിക്കുമായിരുന്നു. പ്രവാചകൻ വഫാത്താകുന്നത് വരെ റമദാനിലെ അവസാനത്തെ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിക്കാതിരിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ മരണപ്പെടുന്നത് വരെ, വഫാത്താകുന്നത് വരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം പ്രവാചക പത്നിമാരും എഴുതിക്കാതിരിക്കാറുണ്ടായിരുന്നു. നിയ്യത്തോടുകൂടി അല്ലാഹുവിന്റെ മസ്ജിദുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു മസ്ജിദിൽ ഇബാദത്തുകളിലായി ഒരു നിശ്ചിത സമയം കഴിഞ്ഞുകൂടുക എന്നതാണ് എഴുതിക്കാവ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത്ര സമയം എന്നില്ല, ഏതായാലും നിയ്യത്തോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ്. ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇബാദത്തുകളിൽ ഒന്നും മുഴുകിയിട്ടില്ലെങ്കിലും എത്തിക്കാപ്പാവും. കാരണം എത്തിക്കാപ്പ് സ്വയം തന്നെ ഒരു ഇബാദത്താണ് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരെങ്കിലും എന്റെ കൂടെ എഴുതിക്കാപ്പ് ആഗ്രഹിക്കുന്നുവെങ്കിൽ റമദാനിലെ അവസാനത്തെ 10 എഴുതിക്കാത്തിരിക്കട്ടെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സ്വതക്കകൾ വർദ്ധിപ്പിക്കേണ്ടുന്ന കാലമാണ്. സ്വതക്കകൾ വർദ്ധിപ്പിക്കേണ്ടുന്ന കാലമാണ് റമദാനിലെ അവസാനത്തെ 10 എന്ന് പറയുന്നത്. ആയിരങ്ങൾ പ്രയാസപ്പെടുന്നത്
നാം സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളുടെ രോദനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ വിവിധങ്ങളായിട്ടുള്ള വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലരും നമ്മോട് പങ്കുവെക്കുകയാണ്. സഹോദരങ്ങളെ, അത്തരത്തിലുള്ള എല്ലാവർക്കും രോഗികളായ ആളുകൾ, അതുപോലെ തന്നെ രോഗികളെ ശുശ്രൂഷിക്കുന്ന, അവർക്ക് അഭയം നൽകുന്ന സ്ഥാപനങ്ങൾ, എല്ലാ സംവിധാനങ്ങളോടും സഹകരിക്കേണ്ടത്, സാമ്പത്തികമായി കൂടുതൽ സഹകരിക്കേണ്ടുന്ന കാലമാണ്. റമദാന്റെ അവസാനത്തെ 10 എന്ന് പറയുന്നത് നമ്മുടെ സ്വതക്കയിൽ സംഭാവനകൾ നാം വർദ്ധിപ്പിക്കേണ്ടുന്ന കാലം. നമ്മുടെ ചുറ്റിലും ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് നമ്മുടെ ഔദാര്യം ഏറ്റവും അധികം പ്രകടമാവേണ്ടുന്ന കാലമാണ്. റമദാനിലെ അവസാനത്തെ 10 എന്ന് പറയുന്നത് ശക്തമായിട്ട് അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഉദാരനായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ട് അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഉദാരനായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വിശദീകരിച്ചുകൊണ്ട് ഹദീസുകൾ പറയാണ്. സഹോദരങ്ങളെ, സ്വതക്ക നമുക്ക് നഷ്ടമല്ല, നമുക്ക് എല്ലാ അർത്ഥത്തിലും ലാഭമാണ് ഉണ്ടാക്കുക. ദാനം ചെയ്തുകൊണ്ട് ഒരു മനുഷ്യന്റെയും ധനം കുറഞ്ഞു പോവുകയില്ല. വിട്ടുവീഴ്ച ചെയ്താൽ അന്തസ്സല്ലാതെ വർദ്ധിക്കുകയില്ല. അല്ലാഹു ദാനം ചെയ്താൽ അത് ഇരട്ടിയായിട്ട് പകരം നൽകും. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അല്ലാഹു അതിന് പകരം നൽകും. ഈ ലോകത്തും നൽകും, പരലോകത്ത് എത്രയോ ഇരട്ടിയും നൽകും. സഹോദരങ്ങളെ, അതുകൊണ്ട് ജനങ്ങളോട് കൂടുതൽ ഉദാരമാവുക എന്നുള്ളതാണ്. അയൽവാസികൾ ദരിദ്രരാണെങ്കിൽ മക്കൾക്ക് നാം പെരുന്നാൾ വസ്ത്രം വാങ്ങുമ്പോ അയൽവാസിയുടെ കുടുംബത്തിൽപ്പെട്ടവരുടെ മക്കളെ കൂടി പരിഗണിക്കുക എന്നുള്ളതാണ്. അവരുടെ അന്തസ്സിനും അഭിമാനത്തിനും ക്ഷതമേൽക്കാത്ത രീതിയിൽ അവരുടെ വാപ്പ തന്നെ വാങ്ങിയതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചാൽ, അയൽവാസികൾ നമ്മുടെ വക വസ്ത്രം എത്തിച്ചു കൊടുക്കാൻ, അയാളുടെ കുടുംബത്തിലുള്ള വസ്ത്രം ദരിദ്രരായ വീടുകളിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചാൽ, അതൊക്കെ റമദാനിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത്തരം പുണ്യങ്ങളെ പ്രതീകവൽക്കരിക്കുന്ന ഫിത്ർ സക്കാത്താണ് റമദാനിൽ മറ്റൊരു വർഷത്തെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പെരുന്നാൾ ദിവസം കഴിക്കാനുള്ള വക മാറ്റിവെച്ചാൽ എന്തെങ്കിലും ബാക്കിയാകുന്നുണ്ടെങ്കിൽ അത്തരക്കാർക്കെല്ലാം ഫിത്ർ സക്കാത്ത് ബാധകമാണ് എന്നുള്ളതാണ്. അതിസമ്പന്നരായ ആളുകൾ മാത്രം കൊടുക്കേണ്ടതല്ല, സമ്പന്നര് മാത്രം കൊടുക്കേണ്ടതുമല്ല. പെരുന്നാൾ ദിവസം കഴിക്കാൻ ആഹാരം എന്റെ വീട്ടിലുണ്ടോ എങ്കിൽ അത് കഴിച്ച് ബാക്കി എന്റെ വീട്ടിലുണ്ടെങ്കിൽ സഹോദരങ്ങള്, ഞാൻ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ മിൻ റമദാൻ മാസത്തിലെ സക്കാത്തുൽ ഫിത്ർ അല്ലാഹുവിന്റെ ദൂതൻ നിർബന്ധമാക്കിയിരിക്കുന്നു. അത് ഐച്ഛികമായ ദാനമല്ല, അത് നിർബന്ധമായ ദാനമാണ്. അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ നുഖ്രിജു സകാത്തൽ ഫിത്രി സ്വാഅൻ മിൻ തഅാമിൻ ഔ സ്വാഅൻ മിൻ ശഈരിൻ ഔ സ്വാഅൻ മിൻ തംറിൻ ഔ സ്വാഅൻ മിൻ നഖത്തിൻ ഔ സ്വാഅൻ മിൻ സബീബ്. കുന്നാ നുഖ്രിജു സകാത്തൽ ഫിത്രി, സകാത്തുൽ ഫിത്ർ നിശ്ചയം ഞങ്ങൾ പുറപ്പെടുവിക്കുമായിരുന്നു. സകാത്തുൽ ഫിത്ർ ഞങ്ങൾ പുറപ്പെടുവിക്കുമായിരുന്നു. സ്വാഅൻ മിൻ തഅാം, ഭക്ഷണത്തിൽ നിന്നുള്ള ഒരു സ്വാആയിട്ടാണ് ഞങ്ങൾ സകാത്തുൽ ഫിത്ർ ശേഖരിച്ചിരുന്നത്. ഔ സ്വാഅൻ മിൻ ശഈർ, അതല്ലെങ്കിൽ യവത്തിൽ നിന്നുള്ള ഒരു സ്വാഅ്, ഭക്ഷണത്തിന്റെ ഓരോ ഇനങ്ങൾ പറയാൻ. ഔ സ്വാഅൻ മിൻ തംറിൻ, അതല്ലെങ്കിൽ കാരക്കയിൽ നിന്നുള്ള ഒരു സ്വാഅ്. ഔ സ്വാഅൻ മിൻ നഖത്തിൻ, അതല്ലെങ്കിൽ പാൽക്കട്ടിയിൽ നിന്നുള്ള ചീസിൽ നിന്നുള്ള ഒരു സ്വാഅ്. ഔ സ്വാഅൻ മിൻ സബീബിൻ, അതല്ലെങ്കിൽ ഉണക്കമുന്തിരിയിൽ നിന്നുള്ള ഒരു സ്വാഅ്. ഓരോ നാട്ടിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണ രീതികളാവും ഉണ്ടാവുക. അതുകൊണ്ട് ഓരോ നാട്ടിലും വ്യാപകമായി പൊതുവായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ധാന്യം ഏതാണോ അതാണ് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു സാഹി എന്ന് പറഞ്ഞാൽ 2 കിലോഗ്രാം 800 ഗ്രാം എന്ന് നമുക്ക് കണക്കാക്കാവുന്നതാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള അളവുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി 2 കിലോ 800 ഗ്രാം എന്ന് ഒരു സാഹിനെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. സഹോദരങ്ങളെ, 2 ലക്ഷ്യമാണ് ഫിത്ർ സക്കാത്തിലൂടെയുള്ളത്. 2 ലക്ഷ്യമാണ് ഫിത്ർ സക്കാത്തിലുള്ളത്. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് തുഹറത്തുൽ ലിസ്വാഇം, അത് നോമ്പുകാരന്റെ നോമ്പിന്റെ ശുദ്ധീകരണമാണ്. നമ്മൾ നോമ്പ് നിർവഹിക്കുമ്പോൾ പല സ്ഖലിതങ്ങളും നമ്മളിൽ സംഭവിച്ചു പോവാം. അങ്ങനെ നോമ്പിനെ നിഷ്ഫലമാക്കുന്ന രീതിയിലുള്ള സ്ഖലിതങ്ങൾ വല്ലതും സംഭവിച്ചു പോയി
ഉണ്ടെങ്കിൽ ആ സ്ഖലിതങ്ങൾ പരിഹരിക്കാൻ, ആ നോമ്പിനെ ശുദ്ധീകരിക്കാനുള്ളതാണ് സകാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. തുഹറത്തുൽ ലിസായിം, നോമ്പുകാരനുള്ള ശുദ്ധീകരണമാണ്. രണ്ടാമത് പറഞ്ഞാൽ തുഅമത്തുൽ ലിൽമസാകീൻ, അഗതികൾക്കുള്ള ഭക്ഷണമാണ് സകാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. അഗതികൾക്കുള്ള ഭക്ഷണമാണ്. പെരുന്നാൾ ദിവസമെങ്കിലും നന്നെ ചുരുങ്ങിയത് പ്രതീകാത്മകമായിട്ട് പറയാണ്. വിശുദ്ധ ഇസ്ലാം പറയാണ്, പെരുന്നാൾ ദിവസം പട്ടിണി കിടക്കുന്ന ഒരാളും ഉണ്ടാവാൻ പാടില്ല. അത് ഉറപ്പുവരുത്താൻ വിശ്വാസികൾക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് ഫിത്ർ സക്കാത്ത്. ഒന്ന്, നോമ്പുകാരനുള്ള ശുദ്ധീകരണം. രണ്ടാമത്തേത് അഗതികൾക്കുള്ള ഭക്ഷണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇമാം പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്, വിതരണം ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കേണ്ടുന്ന കാലമാണ് ഈ കാലം എന്ന് പറയുന്നത്. റമദാന്റെ അവസാനത്തെ 10 എന്ന നിലയ്ക്കും അതുപോലെ തന്നെ നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും അതും ഗൗരവമുള്ളതാണ്. നമ്മുടെ രാജ്യത്തും ലോകത്തുമൊക്കെ ഇസ്ലാമിക സമൂഹവും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പാർശ്വവൽകൃത സമൂഹങ്ങളുമെല്ലാം മർദ്ദിതരായി കൊണ്ടിരിക്കുന്ന വല്ലാത്ത അവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കേണ്ടുന്ന കാലമാണ് പുതിയ കാലം എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹോളി ആഘോഷത്തിന്റെ പേരിൽ പള്ളികൾ, മസ്ജിദുകൾ മൂടുന്ന കാലമാണ്. നമ്മുടെ രാജ്യത്ത് പോലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു കാലത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ആഘോഷം നടക്കുന്നു എന്നതിന്റെ പേരിൽ വിശ്വാസികൾ ജുമാ നമസ്കാരത്തിന് പുറപ്പെടാൻ പാടില്ലെന്ന് ഉത്തരവിറക്കിയ ഒരു കാലത്ത് അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനകളിലൂടെ റബ്ബിലേക്ക് നമ്മൾ അടുക്കേണ്ടുന്ന കാലമാണ്. അന്തർദേശീയ തലത്തിൽ അതിനേക്കാൾ ദുഃഖകരമായ സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പലസ്തീൻ മക്കൾ സമാധാനത്തിലൂടെ ഏതാനും മാസങ്ങൾ, കൂടുതലൊന്നുമായില്ല, കുറച്ചു കാലമേ ആയിട്ടുള്ളൂ, മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ വളരെ ഭീകരമായ അവസ്ഥയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. സമാധാന കരാർ ലംഘിച്ചിരിക്കുന്ന ഇസ്രായേൽ എന്നുള്ളതാണ് നാം കേൾക്കുന്ന വാർത്ത. സഹോദരങ്ങളെ, ഇപ്പോൾ തന്നെ 500ഓളം അടുക്കുന്ന, അതിലും അപ്പുറമുണ്ടാകും ആളുകൾ രക്തസാക്ഷിയായ വിവരങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അതും സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ. ഒരു സഹോദരി കരയുന്നത് കണ്ടില്ലേ സാമൂഹ്യ മാധ്യമത്തിലൂടെ? ഒരു സഹോദരി കരയാണ്. കുഞ്ഞുങ്ങൾ മരിച്ചുപോയ ഒരു സഹോദരി കരയാണ്. എന്റെ മകൾ മരിച്ചു പോകുമ്പോ അത്താഴം പോലും കഴിക്കാതെ മുഴുപട്ടിണിയോട് കൂടിയാണ് എന്റെ മകൾ മരിച്ചുപോയതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരി ഗസയിൽ നിന്ന് വാവിട്ട് കരയുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്ന, ദൃശ്യമാണ് നമ്മൾ കാണുന്ന. സഹോദരങ്ങളെ, ഇത്തരം ദയനീയമായ സാഹചര്യത്തിലൂടെ ലോകം മുന്നോട്ട് പോകുമ്പോ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം റമദാൻ അവസാനത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ അല്ലാഹുവിലേക്ക് കൈമലർത്തിക്കൊണ്ട് ഈ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, ഈ മർദ്ദിത ജനകോടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അല്ലാഹു പലസ്തീൻ മക്കളെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാവട്ടെ. അല്ലാഹു ഗസയിലെയും റഫയിലെയും ലോകത്തുള്ള എല്ലാ മർദ്ദിത ജനവിഭാഗങ്ങളെയും അവിടുത്തെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എല്ലാ അർത്ഥത്തിലും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. പഠിച്ചവനെ, നിനക്ക് മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അല്ലാഹുവേ, നിന്റെ കയ്യിലാണ് അധികാരം എന്ന് പറയുന്നത്. അല്ലാഹുവേ, നിന്റെ തീരുമാനത്തിന്റെ മുമ്പിൽ ഈ മർദ്ദകൻ ഒന്നുമല്ല. പഠിച്ച തമ്പുരാനെ, ഈ അഹങ്കാരികളെയും മേഘാധിപതികളെയും നശിപ്പിക്കാൻ നിനക്ക് കഴിയും. പഠിച്ച തമ്പുരാനെ, അല്ലാഹുവേ, പലസ്തീനിലെ കുഞ്ഞുമക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, പലസ്തീനിലെ സ്ത്രീകളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, പലസ്തീനിലെ ദുർബല ജനവിഭാഗങ്ങളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, സമാധാന അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു പോവാൻ പഠിച്ച തമ്പുരാനെ പശ്ചിമേഷ്യക്ക് ഇനിയും അവസരം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ബൈത്തുൽ മഖ്ദിസിന്റെ സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യണമേ നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമൻ മാതു മിന്നാ വലിസായിരി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖിനാ റബ്ബനാ ശർറ മാ ഖദൈ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين.
അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ താനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ വിശ്വാസികൾ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ചില കാര്യങ്ങൾ ഉണർത്താനുണ്ട്. ഈ ആഴ്ച ചില കാര്യങ്ങൾ, അതിനനുബന്ധമായ ചില കാര്യങ്ങൾ അടുത്ത ആഴ്ചയും ഇൻഷാ അല്ലാഹ് ഉണർത്തുന്നതാണ്. ഗൗരവത്തിൽ ഉണർത്താനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈദ്ഗാഹിന്റെ കാര്യമാണ്. എല്ലാ വർഷവും മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് ഈദ്ഗാഹിന്റെ ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. വലിയൊരു തുകയാണ് ഈദ്ഗാഹ് ചെലവിലേക്ക് നമ്മൾ വിനിയോഗിക്കേണ്ടത്. നമുക്കറിയാം, പ്രവാചകരുടെ സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ഒരു കാർക്കശ്യം നമുക്കുള്ളത് കൊണ്ടാണ്, ഒരു നിലപാട് നമുക്കുള്ളത് കൊണ്ടാണ് ഈദ് മൈതാനിയിൽ തന്നെ നമ്മൾ തെരഞ്ഞെടുക്കുക എന്ന് മാത്രമല്ല, ഈദ് നമസ്കാരം നിർവഹിക്കുവാൻ നമ്മുടെ പള്ളി മതിയാവുകയുമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം ഇഹ്യാഉസ് സുന്ന എന്ന തലത്തിൽ ഈദ്ഗാഹിനെ സപ്പോർട്ട് ചെയ്യുവാൻ, സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുവാൻ പ്രത്യേകിച്ചും നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. നല്ല ഒരു സംഖ്യ തന്നെ നമുക്കൊണ്ട് സാധ്യമാവുന്ന നല്ല ഒരു സംഖ്യ തന്നെ ഈദ്ഗാഹിനുള്ള കളക്ഷനാണ് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും നടത്തുന്നത്. അതുകൊണ്ട് ഈദ്ഗാഹ് കളക്ഷനിലേക്ക് നല്ല ഒരു സംഖ്യ തന്നെ സഹോദരങ്ങളെ ഉദാരമായിട്ട് നൽകുവാൻ സാധ്യമാവേണ്ടതുണ്ട്. നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ, എന്ത് നിയ്യാത്തുകൾ, എന്ത് മുറാദുകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണോ നമ്മൾ സംഭാവനകൾ അർപ്പിക്കുന്നത്, ആ നിയ്യാത്തുകളെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ അല്ലാഹു തആല പൂർത്തീകരിച്ചു തരുമാറാവട്ടെ സഹോദരങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ റമദാൻ കഴിഞ്ഞി, അതുപോലെ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഫിത്ർ സക്കാത്തിന്റെ കളക്ഷൻ നടക്കുന്നുണ്ട്. ഒരു ഫിത്റായിട്ട് 120 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ സംഖ്യ കൊണ്ട് ധാന്യം വാങ്ങിയ ധാന്യം ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് സഹോദരങ്ങളെ സ്വീകരിക്കുന്നത്. എല്ലായിടങ്ങളിലും അങ്ങനെ തന്നെയാണ് ഫിത്ർ സക്കാത്ത് സംഘടിതമായിട്ട് കളക്ട് ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത്. ഏതായാലും സഹോദരങ്ങളെ, ഇവിടെ ഫിത്ർ സക്കാത്ത് ഏൽപ്പിക്കുന്ന ആളുകൾ അതിന്റെ സമയം അതിന്റെ സമയം പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉത്സാഹത്തോടുകൂടി ഫിത്ർ സക്കാത്ത് കമ്മിറ്റി അത് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത്, അതുപോലെ തന്നെ സക്കാത്ത്, അതുപോലെ സദഖകൾ എല്ലാം നിർവഹിക്കുന്ന ആളുകൾ നമ്മൾ എവിടെ നിർവഹിക്കുകയാണെങ്കിലും അതൊക്കെ റമദാനിന്റെ അവസാനത്തെ 10-ൽ തന്നെ നിർവഹിക്കുവാൻ സാധ്യമായി കഴിഞ്ഞാൽ വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ മസ്ജിദിന്റെ കളക്ഷൻ, അതിന്റെ പുനർനിർമ്മാണം, വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കളക്ഷൻ ഗൗരവത്തിൽ പറയാനുള്ളത്, ഇന്ന് ഏറ്റവും മുൻഗണനയിൽ പറയാനുള്ളത് സഹോദരങ്ങളെ, നമ്മുടെ ഈദ്ഗാഹ് കളക്ഷനാണ്. ഈദ്ഗാഹ് കളക്ഷനോട് എല്ലാവരും ഇന്ന് സഹകരിക്കണം. ഇനി ഇന്ന് കരുതാത്ത ആളുകൾ അടുത്ത ആഴ്ച അവരെ ഈദ്ഗാഹ് കളക്ഷൻ അടുത്ത ആഴ്ച ഇവിടെ നടക്കുമ്പോൾ അതിലേക്ക് ഉദാരമായി സഹകരിക്കണം. എന്തൊക്കെ നിയ്യത്ത് കൊണ്ടാണ് നമ്മൾ ഈ നിയ്യാത്തുകൾ മുൻനിർത്തിയാണ് നമ്മുടെ സംഭാവനകൾ നമ്മൾ നിർവഹിക്കുന്നത്. അല്ലാഹു തആല ആ നിയ്യാത്തുകളെ മുഴുവൻ പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. അതിന്റെ പ്രതിഫലം അല്ലാഹു നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ നമ്മുടെ ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെ കണ്ടെത്താൻ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിൽ ഉമ്മയുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ ഹൗദുൽ കൗസർ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സ്വലാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, കുടുംബാംഗങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനും ഖുർആനും നോമ്പുമെല്ലാം നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന സാഹചര്യം നാളെ അല്ലാഹു തആല ഉണ്ടാക്കി തരുമാറാവട്ടെ. റമദാനിലൂടെ പാപമോചനവും നരകമോചനവും നേടിയെടുക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാന്റെ ഓരോ രാവുകളിലും അല്ലാഹു തആല ഓരോരുത്തർക്കായിട്ട് നരകമോചനം നൽകുമ്പോൾ ആ നരകമോചനം നേടിയെടുക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ നമ്മുടെ
കുടുംബാംഗങ്ങളെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനും ഖുർആനും നമുക്ക് പ്രതികൂലമായി സാക്ഷി പറയുന്നവരിൽ നിന്ന് അല്ലാഹു തആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു പരസ്പരം മക്കളെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു മനസ്സിന് സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സൈനിസത്തെയും ഫാസിസത്തെയും വർഗീയതയും വംശീയതയും എന്നേക്കും പരാജയപ്പെടുത്തുമാറാവട്ടെ. നാദാ നിങ്ങളുടെ കൃഷി, നിങ്ങളുടെ കച്ചവടത്തിൽ, നിങ്ങളുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും കരുണികളെ നീ മോചിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സജ്ജനങ്ങളാക്കി മാറ്റണമേ റബ്ബേ. തഖ്വയും ഈമാനുള്ള മക്കളാക്കി ഞങ്ങളുടെ ഓരോരുത്തരുടെയും മക്കളെ നീ മാറ്റണമേ റബ്ബേ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടു കൂടി ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തണമേ റബ്ബേ. ദൗർഭാഗ്യകരമായ വസ്തുക്കളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടുള്ള പരസ്പര സ്നേഹവും സൗഹൃദവും അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ മഹല്ലുകളിലും നിലനിർത്തേണമേ റബ്ബേ. അല്ലാഹുവേ, സംഘടനാ വ്യത്യാസങ്ങളില്ലാതെ പഠിച്ച തമ്പുരാനെ പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം ഉൾക്കൊള്ളുവാനും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാനും മനസ്സ് പഠിച്ച തമ്പുരാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذ بنا بالنار ولا تجعلنا من حفظ النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا وغلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.